ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും പൂരി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂരി കഴിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു പാട കളഞ്ഞ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇത് കുക്കറിലിട്ട് ഒരു വിസിലെണ്ണ അടിച്ചേക്കുന്നത്. എന്നിട്ടത് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലത് വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെള്ളം ചേർക്കാതാണ് കുഴയ്ക്കുന്നത്. ഈ പേസ്റ്റാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ പേസ്റ്റ് എടുക്കുമ്പോൾ ഒന്നിച്ചൊഴിക്കരുത്, മാവ് കുഴയുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിനി ഇതൊന്ന് ചക്കക്കുരുവിനകത്ത് ഞാൻ ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് മാവ് കുഴയ്ക്കുമ്പോഴും നല്ലപോലെ മയം വരുന്ന അത്രയും സമയം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. എങ്കിലേ നമുക്ക് എല്ലാ പലഹാരത്തിന് രുചി വരുത്തുള്ളൂ. ഒരു 10 മിനിറ്റ് നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി വീണ്ടും ഒന്നുകൂടൊന്ന് കുഴച്ചെടുക്കാൻ നോക്കാം. ചെറിയ ബോളുകളാക്കി എടുക്കാം. എല്ലാം നമ്മൾ ഒരേ അളവിലാക്കി എടുത്തിട്ടുണ്ട് മാവ്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുക്കാൻ. കണ്ടില്ലേ, ഇനി ഇതുപോലെ എല്ലാം ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പം ചെയ്യാൻ നോക്കും. ഇങ്ങനെ ബോളാക്കി എടുത്തിട്ട് നമുക്ക് പരത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരത്തിയെടുക്കാൻ നോക്കും. ഇനി നമ്മളിത് പൊടിയിലിട്ടൊന്ന് പുറം തുടച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് റോൾ കൊണ്ട് പരത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. ബോൾസ് എല്ലാം നമ്മൾ പൊടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് നമുക്ക് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൂരി നല്ല വൃത്തിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചക്കക്കുരു പൂരിയാണെന്ന് ആരും പറയത്തില്ല. ഉണ്ടല്ലേ, എന്താ ഒരു ഭംഗി! ഇത് നല്ല ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ചക്കക്കുരുവൊക്കെ ഉള്ള സീസണല്ലേ ഇപ്പം. ചക്കക്കുരു നല്ലതാണ് ഹെൽത്തിന്. ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർ ഒരു വെളുത്തുള്ളിയിലൊക്കെ ചേർത്താൽ മതി. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ചക്കക്കുരു പൂരി. ഇനി ഇതുപോലെ നമുക്കെല്ലാം വറുത്തെടുക്കാം. നമ്മുടെ ചക്കക്കുരു പൂരി എല്ലാം റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചക്കക്കുരു പൂരിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും അത് ടേസ്റ്റ് നോക്കുക. നമുക്കിത് ഏത് കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഞാനിന്നിവിടെ ചിക്കനാണ് എടുക്കുന്നത്. ഈ ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചിട്ടുണ്ട്. ബൈ ബൈ.